നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് അലീന ഗോവർദ്ധനോട് പറഞ്ഞു, അങ്കളെ അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല, ഇവിടെ നടക്കുന്നതൊക്കെ. അത് കേട്ടപ്പോ ഗോവർദ്ധനൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാകും അലീനെ? കാരണം ഇപ്പൊ തന്നെ മീഡിയാസും കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണും. അവരിതെല്ലാം കൊട്ടി ഘോഷിക്കില്ലേ? ന്യൂസിനകത്തും പത്രത്തിനകത്തും എല്ലാ കാര്യങ്ങളെല്ലാം വരികയോ ചെയ്യും. അത് മാത്രമല്ല, അവർ കൊണ്ടുപോയി ഏത് കാറിനാണ് അങ്ങോട്ടേക്ക് പോയത്, പീഡിപ്പിക്കാൻ കൊണ്ടുപോയ കാർ ഏതാണ്, അതുപോലെ തന്നെ ആ വീട് ഏതാണ്, വീണ്ടും മുറി ഏതാണ്, എന്ത് വേണ്ട സർവ്വ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പത്രത്തിൽ കൂടെയൊക്കെ അച്ചടിച്ച് വരില്ലേ? പിന്നെ ഞാൻ പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമമായി. അപ്പോഴേക്കും ഗോവർദ്ധനൻ പറഞ്ഞു, ബാലേട്ടൻ എന്നെയാണ് കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞ് ഏൽപ്പിച്ചു വിട്ടിരിക്കുന്നത്, അറിയാലോ നിനക്ക്. അപ്പൊ പിന്നെ എന്തെങ്കിലും നമ്മൾ ചെയ്തല്ലേ മതിയാവുള്ളൂ, നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് ഗോവർദ്ധൻ താഴേക്ക് ഇറങ്ങി ചെന്നു. ആ സമയം കൃഷ്ണമോളും ബബിത എവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെന്നിട്ട് ഗോവർദ്ധൻ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ബബിത ചോദിച്ചു, അല്ല എന്താ അവളോട് പറഞ്ഞേ? ഞങ്ങളോടൊന്നും പറയാനില്ലെന്ന് ചോദിച്ചു. ഞങ്ങളും അച്ഛൻ്റെ മക്കളല്ലെന്നൊരു ഒറ്റ ചോദ്യമായിരുന്നു. അത് കേട്ടപ്പോൾ ഗോവർദ്ധനൻ അടിമുടി പെരുത്ത് കയറി. ഗോവർദ്ധനൻ പറഞ്ഞു, അതെ നിങ്ങളോട് പറഞ്ഞിട്ട് എന്താവാനെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ അബിത പറഞ്ഞു, അല്ല ഞങ്ങളോട് പറയാനായിട്ട് അങ്കിളിന് പറ്റില്ലെന്ന് ചോദിച്ചു. പറഞ്ഞാലും മതി, എന്ത് പറയാനായിട്ടാ? നിങ്ങളുടെ അച്ഛൻ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്നു, പിന്നെ അമ്മയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായി ഹോസ്പിറ്റലിൽ, അതേപോലെ തന്നെ എന്തേ നിന്റെ സഹോദരന് ബലാത്സംഗ കേസിലകത്ത്, എന്നിട്ട് നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവില്ലല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ബബിതയുടെ മുഖമൊക്കെ അങ്ങോട്ട് താണു. എന്നിട്ട് പറഞ്ഞു, അഹങ്കാരമൊക്കെ കളഞ്ഞിട്ട് അടങ്ങി നിൽക്കേണ്ട കൊച്ചേ, ഇത്രയൊക്കെയായിട്ട് നീ ഒന്നും പഠിച്ചിട്ടില്ലല്ലേ? നിനക്ക് എന്തേലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോട് ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ, വെറുതെ കേട്ടോണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ എന്നിട്ട് ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഗോവർദ്ധൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അപ്പോഴേക്കും അലീന ഇത് കേട്ടോണ്ട് അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നല്ല ദേഷ്യത്തോട് വിട്ട് ബബിത പറഞ്ഞു, എടി നീ കൂടുതൽ ആളാവൊന്നും വേണ്ട. അവരെയൊക്കെ കൈയും കാലും കാണിച്ച് കണ്ണും കാണിച്ച് നിനക്ക് വസ്താക്കാൻ പറ്റി, പക്ഷേ എങ്കിൽ അതുപോലൊന്നും ആയിരിക്കില്ല. എന്നെ ഒന്നും നിനക്ക് അങ്ങനെ വസ്താക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, നിനക്ക് എന്താ ബബിതേ, നിനക്ക് എന്താ അറിയണ്ടേന്ന് ചോദിച്ചു. എനിക്ക് നിന്റെ നാവിൽ നിന്നൊന്നും അറിയണ്ട, അല്ലെങ്കിൽ നിനക്ക് ഞാനൊരു ഒരു വിലയും തന്നിട്ടൊന്നുമില്ല. എൻ്റെ ഒരു മുടിയുടെ വില പോലും നിനക്ക് ഞാൻ തന്നിട്ടില്ല. എന്നിട്ടാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് ബബിത. അത് എനിക്ക് നല്ല സങ്കടമായി. കൃഷ്ണമോൾ അതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും എന്ത് പറയണമെന്നറിയതില്ല നിൽക്കുകയാണ്. കാരണം കൃഷ്ണമോൾക്കറിയാം ബബിതയുടെ സ്വഭാവം എന്താ എങ്ങനെയാന്നൊക്കെ. അതേ സമയത്ത് കൈതക്കൽ മാളി വീട്ടിന്റെ ഗേറ്റിന്റെ അങ്ങോട്ടേക്ക് കുറെ ആൾക്കാർ വന്നിട്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കണം. ഗേറ്റൊക്കെ തല്ലി പൊളിക്കാൻ നോക്കുക, കല്ലൊക്കെ എടുത്ത് എറിയുവാണ്. തുറക്കടാ ഗേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കമല പേടിച്ചു പോയി. കമല ഓടി നേരെ ചെല്ലുന്ന മനുശങ്കറിന്റെ മുറിയുടെ അങ്ങോട്ടേക്കാ. പിന്നെ മനുശങ്കറുടെ മുറിയുടെ കഥയെ കൂട്ടിയിട്ട് പറഞ്ഞു, എടാ മനു നീ കഥ ഒന്ന് തുറക്കാൻ പറഞ്ഞു. അങ്ങനെ മനുശങ്കർ തുറന്നിറങ്ങി. എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. എടാ മോനെ, കുറച്ച് ആൾക്കാർ ഗേറ്റിന്റെ അവിടെ വന്ന് കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു, അവര് തെറി വിളിക്കുന്നുണ്ട്, കല്ലൊക്കെ എടുത്ത് എറിയുന്നുണ്ട്, ഗേറ്റെല്ലാം തല്ലിപ്പൊളിച്ച് ഇങ്ങോട്ട് കയറി വരുമെന്ന് തോന്നേ. അതെ, അമ്മയുടെ ഇളയ മോനെ മാലയിട്ട് സ്വീകരിക്കാനായിട്ട് വന്നവരാന്ന് പറഞ്ഞു. എടാ മോനെ നീ അങ്ങോട്ടേക്കൊന്ന് ഇറങ്ങിച്ചില്ല, ഞാനിതിനാ സ്വീകരണം ഏറ്റുവാങ്ങുന്നേ, അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. എടാ അങ്ങനെ പറയരുത്, ഇങ്ങോട്ടെങ്ങനെ കയറി വന്നാലോ, നീ ഒന്ന് പോയി നോക്കാൻ പറയണം. അമ്മേ എന്നെ കൂടെ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ പറയില്ലടാ മോനെ എന്ന് പറഞ്ഞു. ഒടുവില് മനുശങ്കറും ടെറസിനും കൂടി ചെല്ലുവാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ആൾക്കാർ താഴെ വന്ന് നിൽക്കുന്നുണ്ട്. മനുശങ്കറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവന്മാർ പറഞ്ഞു, ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ഒരു കൈതക്കലും മാളിക വീടാണ് പോലും, നോണമില്ലാത്തവരൊക്കെ ഒരു പെങ്കൊച്ചിനെ കൂട്ടമായിട്ട് ബലാത്സംഗം ചെയ്തിട്ട് നിൽക്കുന്ന ഇപ്പൊ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുക. അപ്പൊ അത് ഹരിയാന്ന് ഓർത്തിട്ടാണ് അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും കമലയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. കമല ഇത് കണ്ടു. തള്ളയെ ഉണ്ടല്ലോ, തള്ളയും മോനും കൂടെ ഒന്ന് നോക്കി നിൽക്കുവല്ലേ, കാഴ്ചകളെ കണ്ട് നിൽക്കുവല്ലേ, നിന്നെയൊന്നും ഞാൻ വെറുതെ വെടുത്തിലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ ആക്രോശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു കമലയ്ക്ക്. കമല ആ പട പേടിച്ചു പോയി. കമല പറഞ്ഞു, എടാ മോനെ പോലീസിനെ വിളിക്കടാ, പോലീസുകാർ വരട്ടെ, ഇവരെങ്ങനെയും ഓടിച്ചോളും എന്നൊക്കെ പറയാണ്. കൃത്യം ആ സമയത്ത് തന്നെ ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് എന്താ അവിടെ കാര്യം നിൽക്കുക. സാറേ ദേ ഈ വീട്ടിലെ അവനാണ് ദേ ആ പെങ്കൊച്ചിനെ പീഡിപ്പിച്ച് അവശതയാക്കിയിട്ടിരിക്കുന്നത്, വെറുതെ വിടല് സാറേ, ദേ അവനോടെ നിൽക്കുന്നുണ്ടെന്നൊക്കെ പറയണം. എടോ അവൻ പോലീസ് കസ്റ്റഡിയില്ല, മര്യാദയ്ക്ക് പോകാൻ നോക്കുക, ഞങ്ങൾ പോകത്തില്ല സാറേ എന്ന് പറയണം. അപ്പോഴേക്കും പോലീസുകാർ ഇറങ്ങി അവന്മാരെ കൈകാര്യം ചെയ്യണം. അവന്മാർ ഓടി ആ സമയത്ത്, കാരണം ഇനി അവിടെ നിന്നിട്ടുണ്ടെ തല്ല് കിട്ടും എന്നുള്ള കാര്യം അവന്മാർക്കറിയാം. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മനുശങ്കറിൻ്റെ അടുത്തേക്ക്
വീണ്ടും കമല വരുവാണ്. കമല വന്നു കഴിഞ്ഞിട്ട് ചോദിച്ചു, എടാ മോനെ അവരൊക്കെ പോയോ? അവരുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. എനിക്കറിയില്ല, പോയി കാണുമായിരിക്കും. പോലീസ് ജീപ്പ് വന്നു കഴിഞ്ഞപ്പം അവർ പേടിച്ചു പോയി കാണുമെന്ന് പറഞ്ഞു. എടാ എന്നാലും നിന്റെ അനുജനല്ലേ അവനെ ഇറക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? ഇറക്കാനോ? നല്ല കഥ ഇപ്പോഴും കൂടി ചെന്ന് കൊടുത്താലും മതി എന്ന് പറഞ്ഞു. അമ്മയുടെ പുന്നാര മോനായിരുന്നല്ലോ, നമ്മൾ എന്ത് പറഞ്ഞാലും അമ്മയ്ക്കൊന്നും തലയിൽ കയറില്ലായിരുന്നല്ലോ. എൻ്റെ മോന് ഒരു തെറ്റും ചെയ്യില്ല, അവൻ പുണ്യാളനാന്നും പറഞ്ഞിരുന്നാണല്ലോ, ഇപ്പൊ എന്തു പറ്റിയെന്ന് ചോദിച്ചു. എടാ ഇങ്ങനൊന്നും പറയില്ലടാ. എങ്ങനെയൊന്നും പറയില്ലെന്ന്. ദേ അമ്മ ഒരൊറ്റ ഒരുത്തി എല്ലാത്തിനും കാരണം, എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടില്. എടാ ആ പെങ്കൊച്ചിന്റെ വീട്ടുകാർക്ക് കുറച്ച് പൈസ കൊടുക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ ശരിയാവില്ലേ? പൈസ കൊടുത്താൽ പോരെന്ന് ചോദിച്ചു. പൈസ മിണ്ടരുത് ഒരക്ഷരം പോലും. നാണമുണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ പറയാനെന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ച് കമല എന്നിട്ട് പറഞ്ഞു, അല്ല രോഹിത്തും ഉണ്ടല്ലോ അല്ലേ, അതാണിപ്പോൾ ഏറെ ആശ്വാസം. ഓഹോ, അപ്പം അമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നുമല്ല, രോഹിത്തും കൂടി ഉണ്ടല്ലോ, അതാണ് സമാധാനം. നാണമുണ്ടോ അമ്മയ്ക്ക് ഇങ്ങനെ പറയാനായിട്ട്? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കമല പറഞ്ഞു, അല്ലേലും എൻ്റെ മോൻ അങ്ങനെ തെറ്റും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീണ്ടും തുടങ്ങി എൻ്റെ അമ്മ. എത്ര പറഞ്ഞാലും അമ്മയുടെ തലയിലേക്ക് കയറത്തില്ല. പിന്നീട് മണിശങ്കർ ഇങ്ങനെ കമലയെ നോക്കി എന്നിട്ട് പറഞ്ഞു, എല്ലാത്തിനും കാരണം അലീനെ അല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ കമല പറഞ്ഞു, എന്താ സംശയം, എല്ലാത്തിനും കാരണം അവൾ ഒറ്റ എഴുത്തിയാന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മണിശങ്കർ പറഞ്ഞു, അമ്മ നന്നാവത്തില്ല, ഈ ജന്മത്തിൽ നന്നാവത്തില്ല. എത്ര പറഞ്ഞാലും അമ്മയുടെ തലയിലേക്ക് കയറത്തില്ല. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്തിനാ പറയണേ? ഞാൻ എത്ര തല്ലിയാലും നന്നാവില്ലെന്ന് പറഞ്ഞാലേ അമ്മയുടെ സ്വഭാവം. നാണമുണ്ടോ ഇങ്ങനെ ഇരിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത പറഞ്ഞിട്ട് മണിശങ്കർ അങ്ങോട്ടേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ സൗദാവിനും മുത്തശ്ശി എല്ലാവരെയും കിടന്ന് വിളിക്കുവാണ്. ആരും അങ്ങോട്ട് ചെല്ലുന്നുണ്ടായിരുന്നില്ല. ഇത്ര സമയം കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ഇവിടെയെങ്ങും ആരുമില്ലേ? എത്ര സമയം ഓരോരുത്തരെ വിളിക്കുന്നത്, എന്നിട്ട് ഇവിടെ ഒന്നിനും ചെവി കേൾക്കത്തില്ല എന്ന് തോന്നിയെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും മണിശങ്കർ വന്നു. മണിശങ്കർ വന്നിട്ട് ചോദിച്ചു, എന്താ മുത്തശ്ശി എന്തിനാ ഇവിടെ കിടന്ന് ഒച്ചപ്പാടും വേളം ഉണ്ടാക്കുന്നേ? എടാ മനു, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരുത്തരാ ഗേറ്റിന്റെ അവിടെ നിന്ന് മുമ്പ് തെറി വിളിച്ച് പറയുന്ന കേട്ടല്ലോ, എന്താ കാര്യം, എന്താ ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ടല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മണിശങ്കർ പതുക്കെ മുത്തശ്ശിയുടെ അടുത്തിരുന്നു. എന്നിട്ട് പറഞ്ഞു, മുത്തശ്ശി ഇവിടെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. അനിഷ്ട സംഭവങ്ങളോ? അതെന്താ? ഇനി മുത്തശ്ശി അറിയാതിരുന്നിട്ട് കാര്യമില്ല, മുത്തശ്ശിയോട് പറയാതിരുന്നിട്ട് കാര്യമില്ല. എടാ നീ കാര്യം എന്താ വെച്ചാൽ പറ. അത് പിന്നെ ഹരി ഒരു പെങ്കൊച്ചുമായിട്ട് ഇഷ്ടമായിരുന്നു. അവനൊരു കാമുകി ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ, അവന് കാമുകിയെ വിളിച്ചോണ്ട് ഒരു വീട്ടിലേക്ക് പോയി. അവിടെ വെച്ച് വേണ്ടാത്ത പരിപാടികളൊക്കെ ചെയ്തു. അതെ, അവൻ ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തു. അവൻ മാത്രമല്ല വേറെ 2-3 പേരും കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ എന്ന് പറയാണ്. അതെല്ലാം കേട്ട് സൗദാമിനി മുത്തശ്ശി ഞെട്ടിപ്പോയി. എടാ എന്നിട്ട് എന്താവാനാ? ഹരിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അപ്പോൾ അതിൻ്റെ പ്രതിഷേധമായിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ആ പെൺകുട്ടിയെ അവൻ ബലാത്കാരം ചെയ്തതിൻ്റെ പ്രതിഷേധം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ വന്ന് ഒച്ചപ്പാടും ബഹളമൊക്കെ വെച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഭഗവാനെ, അല്ല ഹരി അതിന് ഈ വീട്ടിൽ വന്നാണ് അറസ്റ്റ് ചെയ്തത്. മുത്തശ്ശി, ഈ നരയെന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ വെച്ചാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അവൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹരി ആ പെൺകുച്ചി അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയത്. ശരിക്കും ബർത്ത്ഡേ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഹരിയുടെ തന്ത്രമായിരുന്നത്. പിന്നെ മയക്കുമരുന്നൊക്കെ കൊടുത്ത് അതിനെ അങ്ങനെ വശത്താക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ സാധിച്ചത്. പക്ഷെ ഇവനെ പൊക്കിയത് നരൻ്റെ വീട്ടിലേക്ക് ചെല്ലാനും പറഞ്ഞുകൊണ്ട് ഇവനെ വിളിപ്പിച്ചു. അവനവിടെ ചെന്നു. അപ്പോൾ പോലീസുകാർ അവനെ പിടിച്ചിട്ടാണ് ഇവനെ വിളിപ്പിച്ചത്. അങ്ങനെ ഇവൻ ചെന്ന് വീണ് കൊടുക്കുമായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശിയുടെ അന്താളിപ്പോടെ അവൻ നോക്കുകയാണ്. അത് മാത്രമല്ല ആ പെങ്കൊച്ച് താലൂക്ക് ഹോസ്പിറ്റലാണ്. ഇനിയിപ്പോൾ എന്താവെന്ന് അറിയത്തില്ല. അയ്യോ, ചതിയല്ലേടാ ചെയ്തേന്ന് ചോദിച്ചു. ചതിയോ? അല്ല, അവൻ ഹരിയെ വിളിച്ച് അങ്ങോട്ടേക്ക് വരുത്തിയത്, അതുകൊണ്ടല്ല പോലീസ് അവനെ അറസ്റ്റ് ചെയ്തേ. ഓഹോ, അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യണ്ടായിരുന്നോ ഹരിയെ? അപ്പോൾ ഹരി ചെയ്ത് തെറ്റല്ലേന്ന് ചോദിച്ചു. നിങ്ങളെല്ലാവരും കണക്കാ, പറഞ്ഞിട്ട് കാര്യമില്ല. മുത്തശ്ശിയോടും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, എടാ ഇതിപ്പോൾ ആ പ്രശ്നമായില്ലേ? വൈ ചെയ്ത് അറിയില്ലേ? പാവം. അറിയട്ടെ, അറിയുന്നവരൊക്കെ അറിയട്ടെ. ഇത് മൂടി വെക്കാൻ പറ്റുന്ന കാര്യമില്ല. പത്രത്തിനകത്ത് ന്യൂസ് ചാനലിനകത്തൊക്കെ വരും. പിന്നെ വൈജാൻറ്റി ആര് പറഞ്ഞാലും അനുസരിക്കാത്ത സ്വഭാവമാണല്ലോ. ആങ്ങളമാർ പറഞ്ഞാലോ മക്കൾ പറഞ്ഞാലോ അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞാലോ അനുസരിക്കത്തില്ലോ. അതുകൊണ്ടാണല്ലോ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. എടാ അതിനിപ്പം ഇവനൊക്കെ ഇങ്ങനെ സംഭവിച്ചേന് അവളിത് എന്തു പഴിച്ചു എന്ന് ചോദിച്ചു. ഒന്നും പഴിച്ചില്ലേന്ന് ചോദിച്ചു. അതെ, മുത്തശ്ശിയുടെ മോൾ എന്താ ചെയ്തതെന്ന് മുത്തശ്ശിക്ക് അറിയാലോ. ആഗ്രഹം വെച്ച് ഒരുത്തനുമായിട്ട് പ്രേമത്തിലായി, ഗർഭിണിയായി, ഒടുവിൽ നെയ്യാറ്റിൻകരയിൽ ഒരു വീട്ടിൽ വെച്ച് പ്രസവിച്ചു. അനാഥാലയത്തിൽ കൊണ്ട് തള്ളുവല്ലേ ചെയ്ത ആ കുഞ്ഞിനെ. എന്നിട്ടൊന്നും പഴിച്ചിട്ടില്ലാന്ന്. കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോഴും സ്വന്തം മകളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണോ? സ്വന്തം മകൾ ചെയ്ത കാര്യത്തിൽ എന്തെങ്കിലും ന്യായീകരണം ഉണ്ടോയെന്ന് ചോദിച്ചു.
മുത്തശ്ശിക്ക് ഉത്തരം മുട്ടി. മുത്തശ്ശി ഇരുന്ന് കരയുവാണ്. മനുഷ്യങ്ങളൊന്നും മിണ്ടാതെ കൊണ്ട് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, എൻ്റെ ഭഗവാനെ, ഇതൊക്കെ കണ്ടു കേട്ടോണ്ട് എത്ര കാലം എനിക്കിങ്ങനെ കിടക്കേണ്ട വരും എന്നൊക്കെ ഇങ്ങനെ പരിതപിക്കുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.